നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെയുള്ളൊരു മരുമകളെ കുറിച്ച് കുഞ്ഞാറ്റ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി വെക്കുന്നത്. അല്ല മോനെ, ഞാനേ മിണ്ടരുത്. ഞാൻ എന്റെ അമ്മയോടാ സംസാരിക്കുന്നത്. അമ്മേ, ഇത്രയും കാലം അമ്മയോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാ ഞാൻ കുഞ്ഞാറ്റ അവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അതിനൊരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പൊ എനിക്ക് നന്നായി മനസ്സിലായി. ഞാനൊരു കാര്യം തീർത്ത് പറയാം. ഞാൻ മലയിറങ്ങി ആ വീട്ടിലേക്ക് വരുമ്പോ കുഞ്ഞാറ്റ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ വീടിന്റെ പടി ചവിട്ടില്ല. ഇനി എന്ത് വേണമെന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം. കൊടുകൈ ആ സാധനത്തിനെ പണ്ടേ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. വൈകിയാണെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ, നന്നായി. സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? സ്വാമി ശരണം. സ്വാമി ശരണം. സ്വാമിയേ. ഭാനുമേ, ഗിരി വെറുതെ പറഞ്ഞതായിരിക്കും അല്ലേ? ഗിരിയേട്ടന് ഒറ്റ വാക്കേ ഉള്ളൂ, കുഞ്ഞാറ്റയുടെ കാര്യത്തിൽ തീരുമാനമായി. അയ്യോ ഭാനുമേ, മിണ്ടിപ്പോവരുത്. എല്ലാ തവണ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഒപ്പിച്ച് ഭാനുമേ ഭാനുമേ എന്ന് വിളിച്ച് വന്നോളൂ. ഞാൻ നിന്നോട് പലവട്ടം ആ ചെക്കൻ ആരാണെന്ന് ചോദിച്ചതാ. അയ്യപ്പനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഗിരിയെ വിളിക്കില്ലായിരുന്നു. എനിക്ക് അയ്യപ്പനെ കുട്ടിക്കാലം മുതലേ അറിയാം. നീ കാരണം ഞാനിപ്പോ എന്റെ മകന്റെ മുന്നിൽ നാണം കെട്ടു. ഇത്രയും കാലം മഞ്ജുവിനോട് ഞാൻ കാണിച്ച സ്നേഹമെല്ലാം അഭിനയമാണെന്ന് അവന് സംശയം തോന്നിയാ എല്ലാം തീർന്നു. അങ്ങനെ എന്റെ മകന്റെ മുന്നിൽ ഒരു കള്ളിയാവേണ്ട ഗതികേട് എനിക്ക് വരികയാണെങ്കിൽ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇനി നീ എന്റെ മുന്നിൽ വന്നു പോവരുത്. എനിക്ക് നിന്നെ കാണണ്ട.